ഹലോ ഗൈസ്, ഈ മഞ്ഞത്ത് ഞാൻ എന്താ തപ്പുന്നതെന്നറിയോ? ഇതിൻ്റെ അപ്പുറത്ത് എവിടെയോ ഒരു അമ്പലമുണ്ട്. ആ അമ്പലം കാണാൻ വേണ്ടിയാണ് ഏകദേശം 4 കിലോമീറ്റർ നടന്ന് ഇതുവരെ ഞാൻ വന്നത്. ഞാൻ മാത്രമല്ല കേട്ടോ, ദിവസം തോറും ഇങ്ങോട്ട് ആയിരക്കണക്കിന് ആൾക്കാർ വരുന്നുണ്ട്. ഞാനുള്ളത് വേറെ എവിടെയല്ല, ആഞ്ജനേയരുടെ സ്വന്തം സ്ഥലമാണ് അറിയപ്പെടുന്ന ആഞ്ജനേരി ഹിൽസിലാണ് കേട്ടോ. പ്രകൃതിയെ വല്ലാണ്ട് സ്നേഹിക്കുന്നവരും പിന്നെ പ്രകൃതിയിലെ കാഴ്ചകളൊക്കെ ഒരുപാട് കാണണം എന്നുള്ളവര് മസ്റ്റായിട്ട് വരേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഇത്. കാരണം കണ്ടില്ലേ, ഇവിടത്തെ കാഴ്ചകളൊക്കെ ഇതാണ്. ഇവിടെയുള്ള അമ്പലം ഹനുമാന്റെ ഒരു അമ്പലം തന്നെയാണ്. നല്ല പഴക്കമുള്ള ഒരു അമ്പലമാണ് കേട്ടോ ഇത്. ഏകദേശം അമ്പലത്തിൽ നിന്ന് കുറച്ച് ദൂരത്തെത്തിയപ്പോൾ തന്നെ ഉള്ളുന്ന ഒരു പ്രാർത്ഥന കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ അമ്പലം തേടി വരുന്ന ഭക്തന്മാര് എല്ലാരും കൂടി കൂടിയിരുന്ന് നടത്തുന്ന ചെറിയൊരു പ്രാർത്ഥന. ഇവിടെ അമ്പലത്തിൽ വരുന്ന ഭക്തന്മാർ കാഴ്ചയായിട്ട് വെക്കുന്നത് കസ്തൂരി മഞ്ഞളുടെ പൂവാണ് കേട്ടോ. ഇവിടെ വരുന്ന വഴിക്കും ഒരുപാട് കസ്തൂരി മഞ്ഞളുടെ ചെടികൾ കണ്ടായിരുന്നേ. അതും വേനൽക്കാലത്ത് ഉണങ്ങിപ്പോവാതിരിക്കാൻ നനയ്ക്കാനുള്ള സെറ്റപ്പുകളൊക്കെ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് ദൂരം ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ ഇതാ കണ്ടില്ലേ, ഹിന്ദിയിൽ എന്തോ ഒരു കാര്യം എഴുതിയിട്ട് ഈ കസ്തൂരി മഞ്ഞളുടെ പൂക്കൾ റീത്ത് വെക്കുന്ന പോലെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടപ്പോഴൊന്നും കാര്യമായിട്ട് എനിക്കൊരു പിടുത്തം കിട്ടിയില്ലെങ്കിലും ഇവിടെ അമ്പലത്തിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലാകുന്നത്. ഇവിടെ വരുന്ന ഭക്തന്മാരുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും തന്നെ ഈ ഒരു പൂവുണ്ട്. ഈ പൂവ് ഇങ്ങനെ വെക്കുന്നതിനും വേറെ പല കാരണങ്ങളും ഉണ്ട് എന്നാണ് അവിടുത്തെ കുറെ ആൾക്കാർ പറയുന്നത് കേട്ടത്. തന്റെ ജീവിത പങ്കാളിക്ക് വേണ്ടിയും അവരുടെ ആരോഗ്യത്തിന് വേണ്ടിയും അങ്ങനെ പല പല സ്റ്റോറീസും പല ആൾക്കാരും പറഞ്ഞ് ഐതിഹ്യമായിട്ട് ഇത് ഇവിടെ കൊണ്ടുവന്ന് വെക്കുന്നതിന് വേറെ എന്തെങ്കിലും കാര്യം ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ചും എനിക്കറിയത്തൊന്നുമില്ല. ഏതായാലും ഇവിടെ നിന്ന് പോകുന്ന ആൾക്കാർ തന്റെ ഗേൾ ഫ്രണ്ട്സിനാന്ന് പറഞ്ഞ് ഇത് പൂച്ചെണ്ട് പോലെ കൊണ്ടുപോകുന്ന ആൾക്കാരും കുറെ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ അമ്പലം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്ത് തന്നെയാണ്. അത് കുറച്ചുകൂടെ ഭംഗി കൂട്ടാൻ വേണ്ടി ഞാനിന്ന് വന്ന ദിവസം തന്നെ നല്ലോണം മഞ്ഞുണ്ട്. മഞ്ഞത്തെ ഈ ഒരു അമ്പലവും ഈ ഒരു വൈബും ഈ ഒരു ചുറ്റിലുള്ള ആംബിയൻസ് ഒക്കെ കാണുമ്പോൾ വല്ലാത്തൊരു ഫീൽ തന്നെയാണ് കേട്ടോ. ഇവിടെ മേലെ അമ്പലത്തിന്റെ അടുത്ത് തന്നെ ഒരു കടയുണ്ട്. ആ കടയിൽ അത്യാവശ്യത്തിന് കഴിക്കാനുള്ള ഭക്ഷണങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ആവശ്യമുള്ളവർ വന്ന് ഇവിടെ നിന്നും എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കഴിക്കാവുന്നതാണ്. ഇവരെ കണ്ടില്ലേ, ഇവരൊക്കെയാണ് ഇവിടുത്തെ സ്വന്തം താമസക്കാര്. അപ്പൊ ഏകദേശം ഇവര് നിൽക്കുന്നത് കടലിന്റെ ലെവലിൽ നിന്ന് 4162 അടിക്കും മേലെയാണ്. ഇവിടത്തെ അമ്പലവും അമ്പലത്തിന്റെ ചുറ്റിലുള്ള കാഴ്ചകളൊക്കെ കണ്ടു. ഇവിടെ നിന്ന് തിരിച്ചു പോകാനുള്ള സമയമായി. ഏതായാലും അവിടുത്തെ ഹനുമാനോട് ഒരു ബായ് ബായും പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് നല്ലോണം കാറ്റ് വീശാൻ തുടങ്ങിട്ടോ. അതിനോടൊപ്പം തന്നെ നല്ല മഞ്ഞും പെയ്യുന്നുണ്ട്. നല്ല തണുപ്പത്ത് ഈ ഒരു ചെറിയ ചാറലും കൊണ്ട് നടക്കുന്ന ഒരു ഫീല്. ഇങ്ങോട്ട് നമ്മൾ കയറി വരുന്ന ഭാഗം ഇവിടെയാണ് കേട്ടോ. അപ്പൊ ഇവിടെ ഒരു കടയുണ്ട്. ആ കടയിൽ നിന്ന് ഞാൻ ഒരു കുപ്പി വെള്ളം മേടിച്ച്. വെള്ളത്തിന്റെ വില 30 രൂപ മാത്രമേ ഉള്ളൂ. താഴെ 20 രൂപ കൊടുക്കുന്ന സാധനത്തിന് ഇവിടെ 10 രൂപ മാത്രം കൂട്ടി കൊടുത്താൽ മതി. നമ്മളേതായാലും താഴെ 4 കിലോമീറ്റർ അപ്പുറേന്ന് മുക്കി ചുമന്ന് കൊണ്ടുവരുന്നതിനേക്കാളും മെച്ചാണ് ഈ ഒരു 10 രൂപ കൂട്ടി കൊടുത്ത് ഇവിടെ നിന്ന് വെള്ളം മേടിക്കുന്നത്. കുറച്ചുകൂടെ ദൂരത്ത് പോയി നിന്നിട്ട് ആ ഒരു കടേനെ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ഗൈസ്, ശരിക്കും ആ ഒരു കട ലൊക്കേറ്റ് ആയിരിക്കുന്ന സ്ഥലം നിങ്ങൾ കണ്ടോ? അടിപൊളിയല്ലേ? ഈ കാണുന്ന ആൾക്കാരൊക്കെ സാധുക്കളാണെന്ന് തോന്നിയാലും കയ്യിൽ നമ്മൾ ഭക്ഷണ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇവര് വയലൻസ് ആവട്ടോ. ഇവരുടെ വയലൻസിനെ പേടിച്ചാണ് ആ ചെക്കന്മാർ അവിടെ നിന്ന് കൊണ്ടുവന്ന പൂവൊക്കെ ബാഗിൽ സേഫ്റ്റി ആക്കി വെച്ചേ. ഈ ഒരു കുരങ്ങൻകുട്ടനെ കണ്ടില്ലേ, കുറെ നേരമായി ഈ ഒരു പോസ്റ്റിന്റെ മേലെ കയറാൻ വേണ്ടി ശ്രമിച്ചോണ്ടേ ഇരിക്കാനേ, പക്ഷെ പറ്റുന്നില്ല. ഇതിനെ കാണുമ്പോൾ ഒരു വല്ലാത്തൊരു ആത്മവിശ്വാസമൊക്കെ തോന്നുന്നില്ലേ? ഒരുപക്ഷെ പാതി ദൂരം വന്ന് ഞാൻ തിരിച്ചു പോയായിരുന്നെങ്കിൽ ഇത്രയും മനോഹരമായിട്ടുള്ള കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ലായിരുന്നു. ഇതിൽ ഞാൻ പരിശ്രമിച്ചോണ്ടേ ഇരുന്നുകൊണ്ട് മാത്രമാണ് ഇത്രയും വലിയൊരു മല ഇത്രയും പെട്ടെന്ന് എനിക്ക് കയറാൻ പറ്റിയത്. അതിനോടൊപ്പം ഇത്രയും അടിപൊളിയായിട്ടുള്ള ഒരു വ്യൂ ഞാൻ കണ്ടു, നിങ്ങളെയും ചേർത്ത് കാണിക്കാൻ പറ്റിയത്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇന്നിപ്പോൾ 6 മണി ആയതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് വേറെ എങ്ങോട്ടും ഞാൻ പോകുന്നില്ല. ഇനി നേരെ തന്നെ വണ്ടിയുടെ സൗകര്യങ്ങളൊക്കെ അനുസരിച്ച് റൂമിലേക്ക് ചെല്ലുക. അപ്പൊ അതിനു വേണ്ടി തന്നെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി താഴെ തന്നെയുള്ള ആ ഒരു തടാകവും അടിപൊളി ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ. അങ്ങനെ പ്രകൃതിയും പ്രകൃതിയിലെ കാഴ്ചകളൊക്കെ ഇച്ചിരി മഞ്ഞും ഇച്ചിരി മഴയും പിന്നെ നല്ല പച്ചപ്പുമായിട്ട് കാണണമെന്ന് ആഗ്രഹമുള്ളവർക്ക് മാത്രം പ്രൊജക്ഷൻ ചെയ്യുന്ന ഒരു അടിപൊളി സ്ഥലം തന്നെയാണ് ഈ ആഞ്ജനേരി ഹിൽസ്. പിന്നെ ദേഹത്തിന് നല്ല സ്റ്റാമിനയും മനസ്സിന് നല്ല ധൈര്യവും പിന്നെ ഇങ്ങനത്തെ മലകളും ട്രക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ കൂടെ കൂട്ടിക്കൊണ്ട് വരണേ. അല്ലെങ്കിൽ നിങ്ങളും ചേർത്ത് പാതിയിലേ തിരിച്ചു പോകേണ്ടി വരും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.